ഞാൻ പറയുന്ന ഈ 10 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിത്യജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ഇപ്പറയുന്ന ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പു തരാം, നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 10 കാര്യങ്ങൾ പഠിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹില്ലദീ هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം പല സൂറത്തുകൾ പഠിക്കുന്നവരാണ്, പല ഇൽമുകളും പഠിക്കുന്നവരാണ്, പല വിജ്ഞാനങ്ങളൊക്കെ നാം കരഗതമാക്കുന്നവരാണ്. എന്ത് പഠിച്ചാലും എന്ത് നേടിയാലും നാം പഠിച്ച ഇൽമുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പല ആളുകൾ ദുഃഖാഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എന്ത് വെച്ചാലും പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയത്താണെങ്കിൽ ഒട്ടും ഓർമ്മ വരുന്നില്ല എന്ന് പല വിദ്യാർത്ഥികളും ഉസ്താദുമാരോടും സയ്യിദന്മാരോടൊക്കെ പറയാറുണ്ട്. സാധാരണമായി പഠിച്ചത് ഓർമ്മ കിട്ടാൻ വേണ്ടി പല ദിക്റുകളും പല സൂറത്തുകളും നാം അലം നശർ പോലുള്ള സൂറത്തുകൾ നാം ഓതുന്നവരാണ്. എന്നിട്ടും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പല ആളുകൾ നമ്മോട് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഈ 10 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിത്യജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ഇപ്പറയുന്ന ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പു തരാം, നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ 10 കാര്യങ്ങൾ പഠിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഓർമ്മ ലഭിക്കാൻ 10 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സ്വലാത്തുൽ ലൈലി വലൗ റക്അതൈനി. രാത്രി നിസ്കാരമാണ്. അത് 2 റക്അത്തായാലും ശരി, രാത്രി നിസ്കാരമാണ്. രാത്രി നാം സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുകയാണെങ്കിൽ, നിത്യമാക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകും, ഓർമ്മ ശക്തി നമുക്ക് കൂടുമെന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമത്തെ കാര്യം ദവാമുൽ ഉളു പതിവാക്കുക, ഉളു നിത്യമാക്കുക. എങ്കിൽ നാം പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാകും, അത്ര പെട്ടെന്ന് മറക്കൂല, ഓർമ്മയിലുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം അത്തഖ്വ ഫിസ്സിർരി വൽ അലാനിയ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയെ ഉള്ളും പുറവും പേടിക്കുക. ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം പേടിക്കാതെ ഉള്ളും പുറവും നല്ല സംശുദ്ധമായ രീതിയിലുള്ള ഭയഭക്തി അള്ളാഹുവിനോട് കൊടുത്താൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൽമ് ഒരിക്കലും മറക്കൂല, ഹിഫ്ള് ശക്തി നമുക്ക് കൂടുമെന്ന് പണ്ഡിതന്മാർ മൂന്നാമത്തെ കാര്യം പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം അയ്യക്കുല ലിത്തഖ്വ ലാ ലിശ്ശഹവാതി. എല്ലാവരും പറയുന്നൊരു വാക്കാണ്, ഭക്ഷിക്കാൻ വേണ്ടി ആരും ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കണം. ഭക്ഷിക്കാൻ വേണ്ടി ആരും ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടിയേ നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ എന്ന്. അതുപോലെ ഷഹ്വത്തുണ്ടാകുന്നത്ര നാം ആരും ഭക്ഷിക്കാൻ പാടില്ല, ഷഹ്വത്തുണ്ടാകുന്നത്ര നാം ആരും ഭക്ഷിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയോട് പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഷഹ്വാത്തുകൾ ഉണ്ടാകുന്നത്ര നാം ഭക്ഷിക്കാൻ പാടുള്ളതല്ല, വികാരങ്ങൾ ഉണ്ടാകുന്നത്ര നാം ഭക്ഷിക്കാൻ പാടില്ല. കാരണം നമുക്ക് വികാരം ഉണ്ടാക്കുന്നത് ഭക്ഷണങ്ങളാണ്. നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് കൂടുതൽ നമുക്ക് വികാരമുണ്ടാക്കുന്നത്. ആ ഭക്ഷണത്തെ കുറച്ചുകൂടി മിതമായ രൂപത്തിൽ ഭക്ഷിക്കുക, മിതമായ രൂപത്തിൽ നാം ഭക്ഷിക്കണം. എന്നാലേ നമുക്ക് ഓർമ്മശക്തി കൂടുകയുള്ളൂ, ഓർമ്മശക്തി മനസ്സിലൊക്കെ നാം പഠിച്ച ഇൽമുകൾ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നു അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യുക, എപ്പോഴും ബ്രഷ് ചെയ്യുക. ആറാമത്തെ കാര്യം പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് അൽ മുവാലബത്തു അല മുതാലഅത്തിൽ കുതുബി. നാം പഠിച്ച കിതാബുകളെ, പഠിച്ച ഫന്നിനെ ഒന്നുകൂടി മുതാല ചെയ്യുക, ഒന്നുകൂടി നോക്കുക, റിപ്പീറ്റ് ചെയ്യുക. എങ്കിലേ നാം നമ്മുടെ പഠിച്ച ഇൽമുകളൊക്കെ മനസ്സിലുണ്ടാവുകയുള്ളൂ, ഓർമ്മ ഒന്നും മറക്കാതെ മനസ്സിലുണ്ടാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അദബുൽ ഉസ്താദുമാരോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കണം. എങ്കിലേ നാം പഠിച്ച ഇൽമിൽ മൻഫഅത്തും അതുപോലെ ഹിഫ്ള് ശേഷി കൂടുമെന്ന് ഏഴാമത്തെ കാര്യത്തിൽ പഠിപ്പിക്കുകയാണ്. എട്ടാമത്തെ കാര്യത്തിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു തിലാവത്തുൽ ഖുർആൻ. എപ്പോഴും ഖുർആൻ നിത്യമാക്കുക, ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, ഖുർആൻ ഓതുക. എങ്കിൽ നാം പഠിച്ച ഇൽമിൽ മൻഫഅത്തുണ്ടാകും, ഹിഫ്ളുണ്ടാകും, ഒരിക്കലും മറക്കൂല എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഒമ്പതാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഖിദ്മത്തുൽ അബവൈൻ. ഉമ്മമാർ ഖിദ്മത്ത് എടുക്കുക, അവരെ സേവനം ചെയ്യുക, എന്താവശ്യമുണ്ടോ എല്ലാം ചെയ്തു കൊടുക്കുക. എങ്കിലേ നാം പഠിച്ച ഇൽമിൽ നമുക്ക് മൻഫഅത്തുണ്ടാവുകയുള്ളൂ.
നാം പഠിച്ച ഇൽമിൽ നമുക്കൊരു ഹിഫ്ള് ശേഷിക്കുകയുള്ളൂ എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. 10ാമത്തെ കാര്യം പഠിപ്പിക്കുകയാണ്. അവസാനത്തെ കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. എല്ലാവരോടും നല്ല മിതമായ രൂപത്തിൽ, സൗമ്യമായ രൂപത്തിൽ എല്ലാവരോട് ഇടപെടൽ, എല്ലാവരോട് സൗമ്യമായ രൂപത്തിൽ എന്താക്കുക, സംസാരിക്കുക, പോവുക, വരിക. എങ്കിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൽമുകൾ ഹിഫ്ള് ശക്തി കൂടും, ഒരിക്കലും മറന്നുപോകില്ല, മനസ്സിലുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ 10 കാര്യത്തെ എല്ലാവരും നിത്യജീവിതത്തിൽ കൊണ്ടുവരിക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.